വീടുകൾക്ക് മുന്നിൽ വെള്ളക്കെട്ട്, പാമ്പുകളടക്കം ക്ഷുദ്രജീവികൾ. ഭീതിയോടെ പുറത്തിറങ്ങാനാവാതെ വിദ്യാർത്ഥികളടക്കം നാട്ടുകാർ. അകത്തേത്തറ രാമകൃഷ്ണ കോളനിയിൽ 5ാം ലൈനിലാണ് ഈ ദുരവസ്ഥ. അകത്തേത്തറ പഞ്ചായത്തിൽ 14ാം വാർഡിലെ രാമകൃഷ്ണ കോളനി 5ാം ലൈനിൽ റോഡിൽ മഴവെള്ളക്കെട്ടിൽ വലഞ്ഞ നാട്ടുകാർ. 5ാം ലൈനിലെ 5 കുടുംബങ്ങളാണ് നടക്കാൻ പോലും പാടുപെടുന്നത്. താഴ്ന്ന പ്രദേശമായ ഇവിടുത്തെ റോഡിൽ മഴ പെയ്താൽ വെള്ളക്കെട്ടുണ്ടാവാൻ തുടങ്ങിയിട്ട് വർഷങ്ങളായി. വെള്ളം ഒഴുകി പോകാനുള്ള സംവിധാനമില്ലാത്തതാണ് പ്രധാന പ്രശ്നം. വെയിൽ വന്നാൽ സാധാരണ വെള്ളം വറ്റി പോകാറുണ്ട്. പക്ഷേ ഇക്കൊല്ലം വെയിൽ കനത്തിട്ടും വെള്ളം വറ്റിയില്ല. വെള്ളം ഒഴുകി പോകേണ്ട ഭാഗത്ത് ഒരു വ്യക്തിയുടെ മതിലുണ്ട്. ഈ തടസ്സം ഒഴിവാക്കുകയോ പൈപ്പ് സ്ഥാപിച്ച് വെള്ളം ഒഴുക്കുകയോ ചെയ്താൽ പ്രശ്നം പരിഹരിക്കാനാകുമെന്നും ഇതിന് ആ വ്യക്തി സമ്മതിക്കുന്നില്ലെന്നും പ്രദേശവാസികൾ പറഞ്ഞു. ആളുകൾ വഴുക്കി വീഴുന്നതിനോടൊപ്പം കൊതുക് ശല്യവുമുണ്ട് എന്ന വിഷയം ചൂണ്ടിക്കാട്ടി നാട്ടുകാർ കളക്ടർക്ക് പരാതിയും നൽകി. പരാതി പരിശോധിച്ച് നടപടിയെടുക്കാൻ ആവശ്യപ്പെട്ട് അകത്തേത്തറ പഞ്ചായത്തിന് കളക്ടർ കത്ത് നൽകിയിട്ടുണ്ട്. എങ്കിലും നടപടി ഉണ്ടായിട്ടില്ലെന്നും പ്രദേശവാസികൾ പറയുന്നു. വിഷയം പരിശോധിച്ചെന്നും പ്രശ്നപരിഹാരത്തിന് സഹകരിക്കാൻ ആവശ്യപ്പെട്ട് വ്യക്തിയുമായി ചർച്ച നടത്തിയെന്നും 14ാം വാർഡ് അംഗവും വികസനകാര്യ സ്ഥിരം സമിതി അധ്യക്ഷയുമായ മഞ്ജു മുരളി പറഞ്ഞു. ഞാനും ഈ കൂട്ടത്തിലെ ഈ ഒരു ഏരിയയിലെ പരിസരവാസിയാണ്. എൻ്റെ വീട് ഈ കാണുന്നതാണ്, 504 വീട്. മീനു എന്നാണ് വീട്ടുപേര്. ഞാൻ വന്നിട്ട് ഇവിടെ 10 വർഷമായി. പക്ഷേ ഈ 10 വർഷമായിട്ട് ഞാൻ കണ്ടുവരുന്നതും ഇപ്പോൾ മുൻപ് പറഞ്ഞ വ്യക്തി പറഞ്ഞ അതേ പ്രോബ്ലം തന്നെയാണ്. പക്ഷേ ഇതിനൊരു പരിഹാര മാർഗം ഇന്നും വരെ ഒരു പഞ്ചായത്ത് തലത്തിലോ അല്ലെങ്കിൽ ഒരു കളക്ടറേറ്റിലോ പോയി നമ്മൾ നിവേദനം കൊടുത്തിട്ട് ഇതിനൊരു പരിഹാരം കാണാത്ത രീതിയിൽ ഈ പ്രശ്നങ്ങൾ വർഷം തോറും നടന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഇപ്പോൾ വന്നിരിക്കുന്നത് പുതിയതായിട്ടുള്ള ഒരു ഹോസ്റ്റൽ വന്നിട്ട് പോലും ഈ കാണുന്ന മെമ്പർക്കോ പഞ്ചായത്ത് തലത്തിലോ ഒരു നടപടി എടുക്കാൻ എന്താണ് ഇത്രയും അമാന്തം എന്നുള്ളതാണ് അറിയാത്തത്. അവർക്കുള്ള ഭക്ഷണം കൊണ്ടുവരുന്ന ഈ എന്താ പറയുക ഓൺലൈനിൽ വരുന്ന ഭക്ഷണ പൊതികളുമായിട്ട് വരുന്നവർക്കും കൂടെ ബുദ്ധിമുട്ട് ഉണ്ട്. അവർ വണ്ടിക്ക് ഇവിടെ പ്രശ്നങ്ങളുണ്ട്. പിന്നെ ഇതേപോലെ സാംക്രമിക രോഗങ്ങളും മറ്റുമൊക്കെ നിലനിൽക്കുന്ന ഈ ഒരു കാലഘട്ടത്തിൽ ഇതിനെന്തെങ്കിലും രീതിയിൽ ഒരു പരിഹാരം ഞങ്ങൾക്ക് കണ്ടെത്തി തരണം. മുമ്പും ഇയാളുമായി സംസാരിച്ചതാണ്. സ്വകാര്യ സ്ഥലത്ത് പഞ്ചായത്ത് ഫണ്ട് ഉപയോഗപ്പെടുത്തി പൈപ്പ് സ്ഥാപിക്കാൻ സ്ഥലമുടമ അനുമതി പത്രം നൽകണം. ഇതിന് തയ്യാറല്ലാത്തത് കൊണ്ടാണ് പ്രശ്നം നീണ്ടുപോകുന്നതെന്നും അവർ വീണ്ടും ചർച്ച നടത്തുമെന്നും അവർ പറഞ്ഞു. എന്നാൽ കഴിഞ്ഞയാഴ്ച ഈ വീടുകളിലൊന്നിലെ വ്യക്തി ഇരുചക്ര വാഹനത്തിൽ പുറത്തിറങ്ങിയപ്പോൾ ചെളിയിൽ കുടുങ്ങി വാഹനമടക്കം വീണ പരിക്കേറ്റു. ആശുപത്രിയിൽ എത്തിച്ചെങ്കിലും ചികിത്സയ്ക്കിടെ മരിച്ചു. ആന്തരികക്ഷതമാണ് മരണ കാരണമെന്ന് ഡോക്ടർ പറഞ്ഞതായി അദ്ദേഹത്തിന്റെ ഭാര്യയും പറഞ്ഞു. എത്രയും വേഗം വെള്ളക്കെട്ടിന് പരിഹാരമുണ്ടാക്കണമെന്ന് പ്രദേശവാസികൾ ആവശ്യപ്പെട്ടു. ഇനിയും ഇതേമാതിരിയുള്ള ധാരണ സംഭവങ്ങൾ തിക്താനുഭവങ്ങളും ഉണ്ടാവാതിരിക്കാൻ വേണ്ടിയിട്ട് വേണ്ട നടപടികൾ സ്വീകരിക്കണം. മാത്രമല്ല ഈ പരിസരത്ത് ധാരാളം NSS എഞ്ചിനീയറിംഗ് കോളേജിലത്തെ വിദ്യാർത്ഥിനികൾ താമസിക്കുന്നുണ്ട്. അവർക്കും ഈ നടപ്പാത ഉപയോഗിച്ച് പലവിധ ചർമ്മരോഗങ്ങളും പാമ്പ് മറ്റുള്ള ക്ഷുദ്രജീവികളെ കൊണ്ടുള്ള ശല്യങ്ങൾ അത് ഉണ്ടാവാറുണ്ട്. അവരും പലവട്ടം പരാതി പറയുകയുണ്ടായി. യാതൊരു നടപടിയും ഉണ്ടായിട്ടില്ല. കുട്ടികളും ഇതേമാതിരി 6 മണി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഈ പാതയിലൂടെ നടക്കാൻ ഭയപ്പെട്ട് ഇരിക്കുകയാണ്. അപ്പോൾ എത്രയും പെട്ടെന്ന് വേണ്ട നടപടി സ്വീകരിച്ച് ഇതിനൊരു പരിഹാരം കാണുവാൻ ഞങ്ങൾ ആഗ്രഹിക്കുകയാണ്. സൗജന്യ വൈഫൈ കണക്ഷൻ അങ്ങനെ വരാൻ വഴിയില്ലല്ലോ. ഫ്രീ മോഡം ഇൻസ്റ്റലേഷൻ ചുമ്മാ. സത്യാടോ, എൻ്റെ വീട്ടിൽ ഈ കണക്ഷനാ. തന്നെയും വിശ്വാസമില്ല. അല്ല, കേരള വിഷൻ. കേരള വിഷനിലേക്ക് സ്വാഗതം. ഇപ്പോൾ വൈഫൈ കണക്ഷൻ എടുക്കാം ഫ്രീ ആയി.